ഹലോ, ഗുഡ് മോർണിംഗ്. രതീഷ് പരപ്പനങ്ങാടിയാണ് കേട്ടോ. ഇത് നമ്മളെ കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ക്ഷേത്രം കൂടിയാണ്. ഭരണി സമയത്ത് വെളിച്ചപ്പാടും നമ്മളൊക്കെ അവിടെ പോകലുണ്ട്. പുത്തനായിട്ട് പോയിട്ടുണ്ട്. ഇനി മറുപുത്തനാണ് പോകാനുള്ളത്. അപ്പം ഞാനുണ്ട്, ഉണ്ണിക്കുട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷൂട്ടിയേട്ടുണ്ട്. നമ്മളൊന്ന് ദേവിനെ കണ്ട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതായിരുന്നു. ഇവിടെ പ്രാർത്ഥനകളൊക്കെ നല്ലോണം ഫലിക്കും കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ആൽത്തറ. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകാറുള്ളൂ. അപ്പോൾ ഏറെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ്. വെളിച്ചപ്പാടും പിന്നെ മീനഭരണി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാട്ടുകളും കാര്യങ്ങളും ഒരുപാട് ജനങ്ങളുണ്ടാവും. ജനക്കൂട്ടങ്ങളായിരിക്കും, ചെറിയ ജനങ്ങളൊന്നുമല്ല. അത്രയും വിശ്വാസമാണ്. ആ വിശ്വാസികൾ വരാൻ കാരണം എന്താ, അവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട് ഭഗവതി. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അത്ര ഇവിടെ നിന്ന് പോരാനുള്ളൊരിത് തോന്നണില്ല നമുക്ക്. ഇവിടെ തന്നെ ആൽത്തറയിൽ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറിലധികം ഇരുന്നു. ക്ഷേത്രം തുറക്കാൻ കുറച്ച് നേരം വൈകിയിരുന്നു. നേരം വൈകിയല്ല, 4 മണിക്കാണ് തുറക്കുക. ഞങ്ങൾ എത്തിയ കുറച്ച് നേരത്തെ ആയിരുന്നു. നേരം വൈകിയല്ല കേട്ടോ, സോറി. ഞങ്ങൾ എത്തിയത് നേരത്തെ ആയിപ്പോയി. അപ്പോൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. പൂപ്പാത്ത് വലിയ പുണ്ണി മൂപ്പൻ സംഘം പരപ്പനങ്ങാടി കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരാണ്. വീട്ടിൽ നിന്നൊക്കെ ഒരു ഫോട്ടോ. ഇവിടെ വിളക്കുകളൊക്കെ കണ്ടോ, അവിടെ അടിപൊളിയായിട്ട് എത്രയാ വിളക്കുകൾ. അത് വൈകിട്ട് കത്തിക്കുള്ളൂ, 6 മണിൻ്റെ ശേഷം. നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ കാണാൻ തന്നെ ഉണ്ടാവും. ഒന്ന് പോരാൻ തോന്നുന്നില്ല, അതൊക്കെ കത്തിച്ചിട്ട് പോരാന്ന് കഴിയും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അറിയാം. എന്തായാലും അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇവിടെ പോയവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ക്ഷേത്രത്തിൽ പോയവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയണേ. വർഷത്തിലെല്ലാവരും പോകും ഒരുവിധം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുവിധം ടീംസൊക്കെ പോവും. ഇവിടെ പോയി തൊഴുത് പ്രാർത്ഥന, കോഴിക്കല്ല് മൂടൽ, കോഴി വഴിപാടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട് ഇവിടെ. ഏത് അമ്പലത്തിൻ്റെ ഇതൊക്കെ ഒന്ന് വൈകുന്നേരത്തേക്ക് കത്തി നിൽക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാവും. അപ്പം കൊടുങ്ങല്ലൂർ ക്ഷേത്രം കാണാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടി വീഡിയോ ഇട്ടതാണ്. നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.